നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ നടുക്കുന്ന ഒരു കൊലപാതകത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഇവിടെ കൊല്ലപ്പെട്ടത് ഒരു കൗമാരക്കാരിയും കൊല ചെയ്തിരിക്കുന്നത് സ്വന്തം പിതാവുമാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും മാറാത്ത ജാതി മത സാമൂഹിക ചിന്തകളും ദുരഭിമാനവും എങ്ങനെയാണ് ഒരച്ഛനെ സ്വന്തം ചോരയിൽ പിറന്ന മകളുടെ കൊലപാതകിയാക്കി മാറ്റുന്നത് എന്നതിൻ്റെ ഭീതിതമായ തെളിവാണ് കർണാടകയിലെ തുംകൂരുവിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രണയത്തിന്റെ പേരിലാണ് സ്വന്തം മകളെ അതിക്രൂരമായി കൊലപ്പെടുത്തി ആരും അറിയാത്ത വിധം മൃതദേഹം കുഴിച്ചു മൂടിയ ശേഷം സമൂഹത്തിന് മുന്നിൽ ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിച്ച ഒരു പിതാവിന്റെ ക്രൂരത മനുഷ്യ മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതാണ്. 17 വയസ്സ് മാത്രം പ്രായമുള്ള മേഘ്ന എന്ന പെൺകുട്ടിയാണ് സ്വന്തം അച്ഛനായ തിമ്മരായപ്പയുടെ കൈകളാൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു യുവാവുമായി മേഘ്ന പ്രണയത്തിലായിരുന്നു എന്നതായിരുന്നു അവൾ ചെയ്ത കുറ്റം. ഏപ്രിൽ 16-നായിരുന്നു നാടിനെ നടുക്കിയ ആ കൊടും ക്രൂരത അരങ്ങേറിയത്. പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാതിരുന്ന മകളെ തിമ്മരായപ്പ വീടിനടുത്തുള്ള കിണറ്റിലേക്ക് തള്ളിയിടുകയും അവൾ രക്ഷപ്പെടാതിരിക്കാൻ മുകളിലേക്ക് ഭാരമേറിയ വലിയ പാറകഷ്ണം എടുത്ത് വലിച്ചെറിയുകയുമായിരുന്നു. കിണറ്റിലെ വെള്ളത്തിലും പാറക്കിടയിലും പെട്ട് ആ പെൺകുട്ടി പിടഞ്ഞു മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷം തിമ്മരായപ്പ മൃതദേഹം പുറത്തെടുത്ത് വീടിന് സമീപം തന്നെ ആരും അറിയാതെ കുഴിച്ചുമൂടി. എന്നാൽ ഇത്രയും വലിയൊരു പാതകം ചെയ്തിട്ടും ഒട്ടും ഭയമില്ലാതെ നിയമത്തെയും സമൂഹത്തെയും പറ്റിക്കാൻ ഇയാൾ കള്ളനാടകം തുടർന്നു. ആ കള്ളനാടകം പിടിക്കാൻ തുടക്കത്തിൽ പോലീസിനും സാധിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ ഞെട്ടിക്കുന്നത്. ഏപ്രിൽ 16 മുതൽ മകളെ കാണാനില്ലെന്ന് കാണിച്ച് ഇയാൾ തന്നെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കാണാതായ പെൺകുട്ടിക്ക് വേണ്ടി പോലീസും നാട്ടുകാരും അന്വേഷണം നടത്തുമ്പോഴൊക്കെ മകളെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു സാധാരണ പിതാവായി ഇയാൾ അഭിനയിച്ചു പോന്നു. എന്നാൽ 1 മാസത്തിലേറെയായിട്ടും പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാതിരുന്നതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും തിമ്മരായപ്പയുടെ മൊഴി വീണ്ടും എടുത്തപ്പോൾ മൊഴികളിലെ വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ ഇയാൾ നാടുവിട്ടെങ്കിലും പോലീസ് നടത്തിയ ശക്തമായ തെരച്ചിലിൽ ഒടുവിൽ പിടിയിലാവുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതോടെയാണ് ക്രൂരമായ ഈ ദുരഭിമാന കൊലയുടെ ചുരുളഴിഞ്ഞത്. പ്രണയവും വ്യക്തി സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള അവകാശവുമെല്ലാം ദുരഭിമാനത്തിന്റെ പേരിൽ എങ്ങനെ ഇല്ലാതാക്കപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. ഇയാളെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് താൻ തന്നെയാണ് തൻ്റെ മകളെ കൊലപ്പെടുത്തി അതേ വീട്ടിൽ തന്നെ അവിടെ കുഴിയെടുത്ത് കുഴിച്ചു മൂടിയ വിവരം പുറത്തറിഞ്ഞത്. പോലീസ് പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇയാൾ ഒറ്റയ്ക്ക് തന്നെയാണോ ഇത് ചെയ്തിരിക്കുന്നത്, മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണോ?